പുസ്തകത്തിലുള്ള വിദ്യയും അന്യന്റെ കയ്യിലുള്ള ധനവും കാര്യങ്ങളിൽ ഉപയുക്തമാകുന്നില്ല. ഇതിന് സമാനമായ വരികൾ മലയാള ഭാഷയിലെ ചില കവിതകളിലുമുണ്ട്. ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന കാരണത്താൽ വിജ്ഞാനമുണ്ടാകണമെന്നില്ല. ആവശ്യാനുസരണം അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. പുസ്തക വിജ്ഞാനം ചിലപ്പോൾ പരിശീലിച്ച് നേടേണ്ട കാര്യങ്ങളായി വരാം. പാട്ട് പുസ്തകത്തിലുണ്ട്, പക്ഷെ പാട്ട് പഠിച്ചാലേ, സംഗീതത്തിന്റെ സ്വരഭാവങ്ങൾ അറിഞ്ഞാലേ പാടുവാൻ കഴിയും. ദീർഘനാളത്തെ സാധനയും ആവശ്യമാണ്. തപാൽ മാർഗം നീന്തൽ പരിശീലനം പുസ്തകം കിട്ടിയാൽ നീന്തൻ പഠിക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് അന്യന്റെ കയ്യിലുള്ള ധനവും. വേറൊരാളുടെ പക്കലുള്ള ധനം കണ്ട് ഒന്നിനും ഇറങ്ങിത്തിരിക്കരുത്. കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും ആ ധനം ഉപകരിക്കപ്പെടില്ലെന്ന് വരാം. അവസാന നിമിഷം ധനമുള്ളവൻ കാലുമാറിയാൽ തീർന്നു കഥ. ഇവിടെ എന്താണ് ഗുരു ഉദ്ദേശിച്ചത്? പുസ്തക ജ്ഞാനത്തേക്കാൾ പ്രായോഗിക ബുദ്ധിയോടെ സമീപിക്കുക. വെള്ളത്തിലിറങ്ങി കൈകാലിട്ടിട്ട് അടിച്ചു തന്നെ നീന്തുവാൻ പഠിക്കുക. എങ്കിൽ മുങ്ങിച്ചാകുവാൻ പോകുമ്പോൾ രക്ഷപ്പെടാം. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാനായി ധനം കരുതി വെക്കുക. നമ്മുടെ സ്വന്തം സമ്പാദ്യമാകുമ്പോൾ ആപത്കാലത്ത് ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ടി വരില്ല. അക്ഷരാഭ്യാസമില്ലെങ്കിലും വിദ്യാലയങ്ങളിൽ പോയിട്ടില്ലെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് പേരുടെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ നിന്നും പ്രായോഗിക ജീവിതത്തിന്റെ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതിനാലാണ് ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ പ്രകൃതിയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുസ്തകേഷു ചായാ വിദ്യ പരിഹസ്തേഷു യദദ്ധനം ഉൽപ്പന്നേഷു പാകാരിഷ്യന സാവിദ്യാന അദ്ഗദ്ധനം.